ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 2019 സ്കീം CSC-S5 നമ്മുടെ തേർഡ് ഇയേഴ്സിന്റെ ഒരു അടിപൊളി സബ്ജക്റ്റ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ വൈസ് വിത്ത് മാർക്ക് പ്രിഫറൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൊഡ്യൂൾ വണ്ണിലേക്ക് നമുക്ക് നോക്കാം. മൊഡ്യൂൾ വണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് ശരിക്കും പറഞ്ഞ ഇൻട്രഡക്ഷൻ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഉള്ളതിൽ തന്നെ ഏറ്റവും എന്താ പറയാ സിംപ്ലസ്റ്റ് മൊഡ്യൂൾ ഇതാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ പഠിച്ച സമയത്ത് സിംപ്ലസ്റ്റ് മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിലാണ് ഏറ്റവും കുറവ് കണ്ടന്റ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട സെക്ഷൻ ഈ ഒരു സെക്ഷനാണ്. SIC ആർക്കിടെക്ചർ, അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, അസംബ്ലർ ഡയറക്റ്റീവ്സ്. അതിൽ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. അസംബ്ലി ഡയറക്റ്റീവ്സും വെരി വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് രണ്ടും മാറി മാറി പല പരീക്ഷകളിലും എന്താ പറയാ 3 മാർക്സിനും 7 മാർക്സിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മേലത്തെ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഒരു ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിലുള്ള. പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഒരു ഇയറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എഴുതാൻ പറഞ്ഞിട്ട്. പിന്നെ ഓരോന്നും ഇൻഡിവിജ്വലി 3 മാർക്കിന് ചോദിക്കാനുള്ള ഇൻഡിവിജ്വലി യെസ് ഓക്കെ ഇൻഡിവിജ്വലി 3 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. സോ ഇത്രയും കാര്യങ്ങളാണ്. അത് ഇവർ പറയുന്നുണ്ട്, ബേസിക് കൺസെപ്റ്റ് ഓൺലി എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ അത്ര ഒരു കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കാണാനുള്ളത്. സോ SIC അതിൻ്റെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയി. അതിൽ തന്നെ SICയുടെ പ്രോഗ്രാംസും മേ ബി ചോദിച്ചേക്കാം. SIC അല്ല, SICയുടെ പ്രോഗ്രാംസ് ഒരുപക്ഷെ ഇവിടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. സോ അതും ചിലപ്പോൾ എക്സാമ്പിൾ ഒക്കെ എഴുതേണ്ടി വരും. നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സിലെ എക്സാമ്പിൾസ് എപ്പോഴും കാണിക്കാൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് ആർ ടു ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ നമുക്ക് ഇതിലൊരു പ്ലാനിങ് നടത്താം. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആൻഡ് അസംബ്ലേഴ്സ്. ഓഫ്കോഴ്സ് ഇവിടുത്തെ മെയിൻ ടോപ്പിക് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അസംബ്ലർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് ഇതിലെ മെയിൻ ടോപ്പിക്. SIC പ്രോഗ്രാംസിലെ പ്രോഗ്രാമുകൾ ചോദിക്കും. ഓക്കെ, അതും ഹാൻഡ് അസംബ്ലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ചോദിക്കുന്നത് പ്രോഗ്രാംസ് ആയിരിക്കും. ഓക്കെ, പ്രോഗ്രാംസ് പഠിച്ചിട്ട് പൊക്കോളൂ. അത് SICയും തമ്മിൽ പ്രോഗ്രാംസ് വ്യത്യാസം. കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത് സ്വാപ്പിംഗ് ബൈ യൂസിങ് ദ വേരിയബിൾസ് ആൽഫ ബീറ്റയാണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത്. ലൈക്ക് കൂടുതൽ ചോദിച്ച് കണ്ടു എന്നേ ഉള്ളൂ, അത് തന്നെ ചോദിക്കണം എന്നില്ല. അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. സോ പ്രോഗ്രാംസ് പഠിച്ചു പോവുക. അസംബ്ലറിന്റെ ഫങ്ഷൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഈ സാധനം ഹെഡർ, ടെക്സ്റ്റ്, എൻഡ് റെക്കോർഡ് എന്ന് പറയുന്ന അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അസംബ്ലർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലൈക്ക് പല പല രീതിയിൽ നമ്മൾ ആ അസംബ്ലി ചെയ്യുമ്പോൾ നമ്മൾ ടേബിളൊക്കെ സിമ്പിൾസ് ഒക്കെ ലൈക്ക് അങ്ങനെ കുറെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതൊന്നും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അൽഗോരിതം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതും 7 മാർക്കിന് തന്നെയായിരിക്കും ചോദിക്കുക. സോ പഠിച്ചിട്ട് പോവാൻ പറ്റിയാൽ കാണാതാണെങ്കിൽ കാണാതെ, ഓർ മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയാൽ അത്ര നല്ലത്. പഠിച്ചിട്ട് പോവുക. ഹാൻഡ് അസംബ്ലി ചോദിക്കാം. ഹാൻഡ് അസംബ്ലി പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുകയല്ല, പകരം നമ്മൾ ആ അസംബ്ലി പ്രോസസ്സ് ബൈ ഹാൻഡ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അസംബ്ലി പ്രോസസ്സ് ഡീകോഡ് ചെയ്ത് എഴുതുന്ന രീതിയിൽ SIC പ്രോഗ്രാമിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകും. സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുക ഒന്ന് പ്രോഗ്രാംസ് ആണ്. ബിക്കോസ് അത് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് ലോജിക്ക് മനസ്സിലായാൽ. പിന്നെയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ DS ആണ്. അസംബ്ലറിന്റെ DS, അൽഗോരിതം, 2 പാസ് അൽഗോരിതം. ഇതും മൂന്നുമാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഹാൻഡ് അസംബ്ലിയും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ചോദിച്ചാൽ. ബട്ട് അത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എത്താൻ കുറച്ചുകൂടെ പണിയായിരിക്കും. പഠിച്ചെത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എളുപ്പമുണ്ട്, പഠിക്കാൻ എളുപ്പമാണ്, എളുപ്പക്കുറവിന്റെ അല്ല. സോ മേ ബി അതൊന്ന് ക്ലിയർ ആക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ നോക്കാം. അസംബ്ലർ ഫീച്ചേഴ്സ് ആൻഡ് ഡിസൈൻ ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ മെയിൻലി നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക് ഞാൻ പറയുകയാണെങ്കിൽ മാസം അസംബ്ലർ ആണ്. കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നതും ഷോർട്ട് നോട്ടാണ്. മാസമിനെ പറ്റിയുള്ള ഷോർട്ട് നോട്ടാണ്. ചിലപ്പോൾ അതിന്റെ പ്രോഗ്രാം ഭാഗത്തേക്ക് പോയേക്കാം. പിന്നെ ഇതിലെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് അൽഗോരിതംസ് ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന
ഷുവർ എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. മെഷീൻ ഡിപ്പെൻഡന്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് അഡ്രസ്സിംഗ് മോഡ് അതിന്റെ കീഴിൽ വരുന്നതാണ്. സോ അത് പഠിച്ചിട്ട് പോവുക. റീലൊക്കേഷൻ റീലൊക്കേഷൻ ഒരു 3 മാർക്സിനും ചോദിക്കാൻ കൂടുതലും 3 മാർക്സിനാണ് ഐ തിങ്ക് സോ. 3 മാർക്സിന് ചോദിക്കാം, 7 മാർക്സിന് ചോദിക്കാം. അറ്റ്ലീസ്റ്റ് 3 മാർക്സിനെങ്കിലും പഠിച്ചിട്ട് പോവുക. പിന്നെ മെഷീൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചേഴ്സ്, ലിറ്ററൽ സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്പ്രഷൻ, പ്രോഗ്രാം ബ്ലോക്ക്. അതിൽ തന്നെ കൺട്രോൾ സെക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ പ്രോഗ്രാം ലിങ്കിങ്ങും ഇത് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലിറ്ററൽസ് ഒക്കെ 3 മാർക്സിനാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ കൺട്രോൾ സെക്ഷനും പ്രോഗ്രാം ലിങ്കിങ്ങും കുറച്ച് കാര്യമായി നോക്കി പോവുക. ബാക്കിയുള്ളത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ. പിന്നെ കംസ് അസംബ്ലർ ഡിസൈൻ ഓപ്ഷൻ, 1 പാസ്, മൾട്ടി പാസ്. അത് തന്നെ 1, 2 എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുണ്ട്. സോ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. അതിന്റെ ഡാറ്റ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ മാസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൽ മെയിൻലി എനിക്ക് പറയാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലർ ഫീച്ചേഴ്സ് അത് തന്നെയാണ് ഇതിലെ മെയിൻ സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ അസംബ്ലർ ഫീച്ചേഴ്സിൽ തന്നെ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ. അതാണ് കൂടുതലും ടൈം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നെവർ അവോയ്ഡ് കൺട്രോൾ സെക്ഷൻസ് ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാം ലിങ്കിങ് ഇത് രണ്ടും ചോദിക്കുന്നതായി കാണാറുണ്ട് ഇതിൽ. സോ ട്രൈ ടു ലേൺ ദിസ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക. പിന്നെ പറഞ്ഞ പോലെ മാസം ക്ലിയർ ആക്കി പോയാൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, കമ്മിങ് ടു ദ ഫോർത്ത് മോഡ്യൂൾ, ലോഡർ ലിങ്കർ. കോഴ്സ് ലോഡർ ഫങ്ഷൻസ് ഒരു ഏരിയയാണ്. ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്തായാലും പഠിച്ചിട്ട് പോവുക. അത് 7 മാർക്സിനും 3 മാർക്സിനും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. സോ നെവർ അവോയ്ഡ് ഇറ്റ് എന്ന് ഞാൻ പറയും, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അതുപോലെ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചേഴ്സ്, ഇവിടെ ഒരു റീലൊക്കേഷൻ ഉണ്ട്, പ്രോഗ്രാം ലിങ്കിങ് ഉണ്ട്, അൽഗോരിതം ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓഫ് 2 പാസ് ലിങ്കിങ് ലോഡർ. ലിങ്കിങ് ലോഡറിന്റെ ഒരു 2 പാസ് അൽഗോരിതം ഉണ്ട്. സോ 2 പാസ് അൽഗോരിതം പഠിച്ചിട്ട് പോവുക. അതെന്തായാലും ചോദിക്കും. അത് 1 പാസ്, അതായത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ലൈക്ക് 2 പാസിലെ 1 പാസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ 2 പാസിലെ സെക്കൻഡ് പാസ് എഴുതാൻ പറയും. അത് ഓർ ക്വസ്റ്റൻ ആയിട്ട് വന്നാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. സോ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഇതിലെ റീലൊക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ റീലൊക്കേഷനും അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ പഠിക്കുക. റീലൊക്കേഷൻ, പ്രോഗ്രാം ലിങ്കിങ് രണ്ടും അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു സംഭവം ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് ആണ്. ലോഡർ ഡിസൈൻ ഓപ്ഷൻസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്, സോ അതും അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് ലൈബ്രറി റിസർച്ചും ലൈക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, ബട്ട് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് മോഡ്യൂൾ, 5th മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള 2 സെക്ഷനായിട്ട് തന്നെ ഉണ്ട്. സോ അതിൽ തന്നെ മാക്രോ പ്രീ പ്രോസസ്സറിൽ നമുക്ക് പഠിക്കാനുള്ളത് അൽഗോരിതം, ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് ഇതിലൊരു മാക്രോ പ്രോസസ്സർ അൽഗോരിതം ഒക്കെ ഉണ്ട്. സോ 1 പാസ് എന്താ പറയാ, 1 പാസ് മാക്രോ പ്രോസസ്സേഴ്സ് ഉണ്ട്. സോ എന്തായാലും പഠിച്ചിട്ട് പോവുക. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിലെ മെഷീൻ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. സോ അതും പഠിച്ചിട്ട് പോകാൻ പറ്റിയാൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ട്, മാക്രോ പ്രോസസർ ഡിസൈൻ ഓപ്ഷൻസ് പഠിച്ചിട്ട് പോകാം. പിന്നെ ഞാൻ പറയാം, കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ്. അത് പല തരത്തിലുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ കൂടുതലും കണ്ടിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ക്യാരക്ടർ ആൻഡ് ബ്ലോക്ക് ഡിവൈസ് ഡ്രൈവേഴ്സ്. ക്യാരക്ടർ ആൻഡ് ബ്ലോക്ക് ഡിവൈസ് ഡ്രൈവേഴ്സ് ആണ് കൂടുതലും കണ്ടിരിക്കുന്നത്. സോ ഒരു കാരണവശാലും അത് അവോയ്ഡ് ചെയ്യരുത്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അത് അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് എഡിറ്റർ പഠിച്ചു പോയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, കാരണം ഓർ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ടെക്സ്റ്റ് എഡിറ്റർ. സിമ്പിൾ ആണ് എഡിറ്റിംഗ്. അങ്ങനെ എന്താണ് എഡിറ്റ്, നമ്മൾ നോർമലി കാണുന്ന പോലെ അല്ല, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റർ പോലെ അല്ല, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ട്രൈ ടു ലേൺ. ഡീബഗേഴ്സ് അടുത്ത സെക്ഷൻ. ഡീബഗേഴ്സ് നിന്നും പല ടൈമിലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ അതിൽ കൂടുതലും ചോദിച്ചിരിക്കുന്ന സാധനം ഇതാണ്, ഇൻഡക്ഷനും ഡിഡക്ഷനും ബാക്ക് ട്രാക്കിങ്ങും ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് ബാക്കി ചോദിച്ചിട്ടില്ല എന്നല്ല, ഇൻഡക്ഷനും ഡിഡക്ഷനും അതുപോലെ തന്നെ ബാക്ക് ട്രാക്കിങ്ങും, ഇത് മൂന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ച് പോവുക. സോ ഓവറോൾ
വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക, അതാണ് അതിൽ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂൾ. പിന്നെ സെക്കൻഡും കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ല. പ്രോഗ്രാംസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലോജിക് വൈസ് ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആണ്. അല്ല, കാണാതെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അൽഗോരിതംസ് അവൈലബിൾ ആണ്. സോ എങ്ങനെയുള്ളത് ഒരു ഓവറിൽ വരും. സോ രണ്ട് കൂട്ടരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ വരിക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോർമലി അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ അങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3യിൽ തന്നെ നെവർ അവോയ്ഡ് സെക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ സെക്ഷൻ, പ്രോഗ്രാമിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുക. പിന്നെ അൽഗോരിതംസും ആണ് പറയുക. അതും പിന്നെ മാത്സും വലിയ കുഴപ്പമുണ്ടാവില്ല, ഐ തിങ്ക് സോ. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫിഫ്ത്ത് മൊഡ്യൂളിലും പറഞ്ഞു. ഫോർത്തും ഫിഫ്ത്തും നമ്മൾ ലാസ്റ്റത്തെ മൊഡ്യൂളുകളായതുകൊണ്ട് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാത്തതും ഒക്കെ ആയിട്ട് അതിൽ ഉണ്ടാവും. സോ മാക്സിമം ഇതെങ്കിലുമൊക്കെ ഈ ഒരു ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. എന്തായാലും എളുപ്പമുള്ള ഒരു എക്സാമിനേഷൻ ആവട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവുക. എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നോക്കിയിട്ട് തന്നെ പോവുക. So thanks for watching this video. If you like, please give a subscribe. And this is me, Alan Josando from BTechify, signing off. Bye.